നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പിത്താശയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത്. പിത്തസഞ്ചി അഥവാ പിത്താശയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ അത് കൃത്യമായ ചികിത്സയിലൂടെ തന്നെ മാറ്റേണ്ടതാണ്. ചെറിയ ഒരു അവയവമല്ലേ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഉദ്ദേശിച്ച് ഒരിക്കലും അവഗണിച്ച് കളയരുത്. പിത്താശയ രോഗങ്ങൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ചികിത്സാ രീതികൾ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി തന്നെ ഇപ്പോൾ നോക്കാം. നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അനൂപ് ജോൺ കെ ആണ്, അസോസിയേറ്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗ്യാസ്ട്രോഎൻട്രോളജി, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, തൃശൂർ. ഡോക്ടർ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. നമസ്കാരം പൂജ. ഓക്കെ, ആദ്യം തന്നെ ഗോൾ ബ്ലാഡർ, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന അല്ലെങ്കിൽ കൃത്യമായ അറിയിപ്പുകൾ, രോഗത്തിന്റെ സൂചനകളൊന്നും തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് തരാത്തൊരു അവയവം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക കൂടി വേണം എന്ന് പറയാം. അപ്പോൾ എന്താണ് മനുഷ്യ ശരീരത്തിൽ ഗോൾ ബ്ലാഡറിനുള്ള ധർമ്മം, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതെ, ഗോൾ ബ്ലാഡർ എന്നാൽ നമ്മുടെ ലിവറിൻ്റെ താഴെയായിട്ട് പിയർ ഷേപ്പിൽ ഉള്ള ഒരു അവയവമാണ്. ആക്ച്വലി അതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നാൽ നമ്മൾ പിത്തരസം ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഫങ്ഷൻ. പിത്തരസം ലിവറിലുണ്ടാകുന്ന രസമാണ്. അത് നമ്മുടെ മെയിൻ ദഹന രസങ്ങളിലൊന്നാണ്. നമ്മുടെ ഫാറ്റ്, അതുപോലെ പ്രോട്ടീൻ ഡൈജഷൻ, ഇതിനൊക്കെ വളരെ വേണ്ടപ്പെട്ട ഒരു ദഹന രസമാണ്. അപ്പോൾ ഇത് ലിവറിൽ ഏകദേശം 500 മില്ലി തൊട്ട് 1 ലിറ്റർ വരെ ഡെയിലി പിത്തരസം ഉണ്ടാകുന്നുണ്ട്. ഈ പിത്തരസം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമുക്ക് കുടലിലേക്ക് എത്തേണ്ടത്. അപ്പോൾ അത് ഭക്ഷണം കഴിക്കാത്ത സമയങ്ങളിൽ ഈ പിത്തരസം സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിത്തസഞ്ചി ചെയ്യുന്നത്. അപ്പോൾ ഈ 1/2 ലിറ്റർ സൂക്ഷിക്കാനുള്ള കപ്പാസിറ്റി പിത്തസഞ്ചിക്കില്ല. അപ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്താണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ മെയിൻലി ഫാറ്റ് ഡൈജഷൻ, പ്രോട്ടീൻ ഡൈജഷനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണ് പിത്തസഞ്ചി. തീർച്ചയായിട്ടും ഡോക്ടർ, പല വിധത്തിലുള്ള രോഗങ്ങളുണ്ട് പിത്താശയവുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് ഗോൾ സ്റ്റോൺസ് ആണ്. അത് പിത്താശയ കല്ലുകളെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കിഡ്നി സ്റ്റോണിനെയൊക്കെ കുറിച്ച് അറിവുള്ളതാണ് എല്ലാവർക്കും. പക്ഷേ ഇത് പലപ്പോഴും അറിവുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഗോൾ സ്റ്റോൺസ് ഉണ്ടായാൽ തന്നെ അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എന്താണത് നൽകുന്ന സൂചനകൾ എന്നതിനെക്കുറിച്ചും പലരും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പിത്താശയ കല്ലുകൾ രൂപപ്പെടുന്നത്, എങ്ങനെയാണ് നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിത്തസഞ്ചിനെ ബാധിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ. ഈ പിത്തസഞ്ചിയിലെ കല്ലുകൾ നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4% തൊട്ട് 7% വരെ ആൾക്കാരിൽ കണ്ടുവരുന്നുണ്ട്. ഈ പിത്തസഞ്ചി കല്ലുകൾ നമ്മളുടെ പിത്തസഞ്ചിയിൽ തന്നെ ഉണ്ടാകുന്ന കല്ലുകളാണ്. പല രീതിയിലുള്ള കല്ലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 3 തരത്തിലുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. മെയിനായിട്ടുള്ളത് കൊളസ്ട്രോൾ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോണുകളാണ്. അപ്പോൾ പിന്നീടുള്ളത് കറുത്ത ബ്ലാക്ക് സ്റ്റോൺസ്, പിന്നെ ബ്രൗൺ സ്റ്റോൺസ്, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്റ്റോൺസുകളാണ് ഉള്ളത്. കൊളസ്ട്രോൾ മെയിനായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ, ലിവർ സിന്തസൈസ് ചെയ്ത കൊളസ്ട്രോളെല്ലാം പിത്തരസത്തിൽ കൂടിയാണ് കുടലിലേക്ക് വരുന്നത്. അപ്പോൾ അതിലെ കൊളസ്ട്രോളിൻ്റെ കണ്ടൻറ്റ് കൂടുകയും അതിൻ്റെ സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ അത് കല്ലായി മാറി ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. അതുകൂടാതെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോണുകൾ നമുക്ക് രക്താണുക്കൾ പൊടിഞ്ഞിട്ട് ബിലിറുബിൻ ഉണ്ടാകുന്നു. ആ ബിലിറുബിൻ്റെ അളവ് കൂടിക്കഴിയുമ്പോൾ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് അതുണ്ടാകുന്ന കല്ലുകളാണ് ബ്ലാക്ക് സ്റ്റോണുകൾ. പിന്നീടുണ്ടാകുന്ന സാധനങ്ങളാണ് ബ്രൗൺ സ്റ്റോണുകൾ. ബ്രൗൺ സ്റ്റോണുകൾ പലപ്പോഴും ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഇതാണ് 3 പ്രധാനമായിട്ടുള്ള സ്റ്റോണുകൾ. പക്ഷേ കൊളസ്ട്രോൾ സ്റ്റോണുകളാണ് ബൈ നമ്പർ വെച്ചിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പലപ്പോഴും ഗോൾ സ്റ്റോണുകൾക്ക് പ്രധാനമായും ലക്ഷണമൊന്നും തന്നെ കാണണമെന്നില്ല. യാദൃശ്ചികമായി ചെയ്യുന്ന അൾട്രാസൗണ്ടിൽ ആയിരിക്കാം ചിലപ്പോൾ ഈ സ്റ്റോണുകൾ കണ്ടുപിടിക്കുന്നത്. ചില വ്യക്തികളിൽ വയറുവേദനയ്ക്കായി സ്കാനിങ് ചെയ്യുമ്പോൾ ഗോൾ സ്റ്റോൺസ് കാണാറുണ്ട്. ഈ ഗോൾ സ്റ്റോണുകൾ പൊതുവെ രോഗലക്ഷണങ്ങളൊന്നും തന്നെ കാണിക്കണമെന്നില്ല. എന്നാലും അതിൻ്റെ കൃത്യമായ രോഗലക്ഷണം എന്ന് പറയുന്നത് വയറിൻ്റെ മുകൾ ഭാഗത്തുള്ള വേദന, അതോടൊപ്പം തന്നെ ഛർദി, പനി, ചിലപ്പോൾ മഞ്ഞപ്പിത്തം, പിന്നെ വളരെ ചെറിയ ചില കേസുകളിൽ ഈ സ്റ്റോണുകൾ താഴേക്കിറങ്ങി വരികയും അത് പാൻക്രിയാസ് വീക്കം ഉണ്ടാക്കുകയും ചെയ്യാം. പക്ഷെ ഭൂരിഭാഗം വ്യക്തികളിലും ഇത് പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാതെ തന്നെ അത്
പിത്തസഞ്ചിയിൽ തന്നെ ഇരിക്കുകയാണ് പതിവ്. ശരി ഡോക്ടർ, ഇടപെടുകയാണ്. നമ്മളോടൊപ്പം പ്രേക്ഷകർ ചേരുന്നുണ്ട് സംശയം ചോദിക്കാൻ. എറണാകുളത്ത് നിന്നും സെമിയ നാസറുണ്ട്. സെമിയ, ഡോക്ടറിന് കേൾക്കാം, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഹലോ, നമസ്കാരം സെമിയ. അതെ, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ടാണ്. മോളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ 40 ദിവസമായി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ 2 ആഴ്ചയായി മോൾക്ക് പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പൊ അവിടുത്തെ നടുവേദനയും വയറുവേദനയൊക്കെ ഉണ്ടായി, ഭയങ്കര ഛർദിയായിരുന്നു. അപ്പൊ അവരെ കൊണ്ട് കാണിച്ചപ്പോ തന്നെ ഡോക്ടർ പറഞ്ഞു ക്ലോൾ ബാൽ കല്ലാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ തന്നെ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോ ഇങ്ങനെ നാളിയിലൊരു കല്ല് വന്നിരിക്കുന്നുണ്ട്. 7 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ഉണ്ട്. അത് സ്റ്റക്കായി പോയി. പിന്നെ മറ്റേ ബ്ലാഡറിലും കുറെ കല്ലുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ കല്ലുകളാണ്. അപ്പൊ അതും നീര് വന്ന് ഇങ്ങനെ വീർത്തിരിക്കണേണ്. അപ്പൊ അതുകൊണ്ട് അത് എടുത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പൊ കല്ല് വഴി എൻഡോസ്കോപ്പി വഴി സ്റ്റഡ് ഇട്ടിട്ട് എടുത്ത് കളഞ്ഞു. പക്ഷെ ഗോൾ ബ്ലാഡർ എടുത്ത് കളയണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ഇനി വേദന വന്നാ വെച്ചോണ്ടിരിക്കരുത്, എടുത്ത് കളയണം എന്നാ പറഞ്ഞേക്കണത്. പക്ഷെ ഇത് കളഞ്ഞാൽ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല ഡോക്ടർ. അപ്പൊ അതുകൊണ്ട് മോൾക്ക് ഇനി വേദന വന്നാൽ ഇതിന്റെ ആണോ, അപ്പൊ നമ്മൾ സ്കാൻ ചെയ്യേണ്ട കാര്യമുണ്ടാ എന്താണെന്നൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറോട് ഞാൻ വിളിച്ചത്. വളരെ പ്രസക്തമായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ പ്രഗ്നൻസിയിൽ വളരെ കൂടുതലാണ്, ശരാശരി വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാലും. ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് പിത്തസഞ്ചിയിലെ കല്ലുകൾ മൂലം, പ്രത്യേകിച്ച് പ്രഗ്നൻസിക്ക് ശേഷം ഈ കല്ലുകൾ മിക്കവാറും കൊളസ്ട്രോൾ കല്ലുകളാണ്. ഇവ താഴേക്ക് പിത്തനാളിയിലൂടെ ഇറങ്ങി വരികയും അത് പിത്തക്കോളിന് തടസ്സം ഉണ്ടാക്കുകയും അപ്പോൾ രോഗാണുബാധയും ചില ആൾക്കാരിൽ പാങ്ക്രിയറ്റൈറ്റിസും ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രോബ്ലത്തിന് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അത് ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും തുടരുകയാണെങ്കിൽ ആ കല്ല് എൻഡോസ്കോപ്പി മുഖാന്തരം, അതായത് ERCP എന്ന് പറയുന്ന എൻഡോസ്കോപ്പി മുഖാന്തരം ആ കല്ല് എടുത്ത് കളഞ്ഞ് അതിനു ശേഷം നമ്മൾ വീണ്ടും കല്ലിറങ്ങാതിരിക്കാൻ സ്റ്റെൻറ്റ് ഇട്ട് വയ്ക്കുകയും അതുപോലെ രണ്ടാമത്തെ സ്റ്റെപ്പായി പിത്തസഞ്ചി റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു പക്ഷേ ഈ കല്ല് പാങ്ക്രിയാസ് വീക്കം ഉണ്ടാക്കുകയും അത് ചിലപ്പോൾ ഗുരുതരമായ രോഗപ്രശ്നത്തിലേക്ക് നീങ്ങുകയും ചെയ്യാം. പിന്നെ ഒരു പ്രഗ്നൻസിയിൽ ഇപ്പോൾ കല്ല് വന്ന സ്ഥിതിക്ക് അടുത്ത പ്രഗ്നൻസിയിലും വീണ്ടും കല്ലുകൾ ഉണ്ടായിരിക്കാനും അത് അലിഞ്ഞു പോകാൻ സാധ്യത കുറവാണ് കണ്ടുവരുന്നത്. ശരി, വളരെ നന്ദി സെമിയ. പാലക്കാട് നിന്നും അർജുൻ എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. അർജുൻ, ഡോക്ടറിന് കേൾക്കാം, ചോദിച്ചോളൂ. അർജുൻ കേൾക്കാമോ? അർജുൻ കേൾക്കാമോ? ചോദിച്ചോളൂ. കേൾക്കാം. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. കേൾക്കാം. മോന് ഇപ്പോ 15 വയസ്സാണ്. കേൾക്കാം. മോന് 15 വയസ്സാണ്. പറഞ്ഞോളൂ. അവന് 2.5 വയസ്സിൽ അവനൊരു അപ്പൻഡിക്സിന്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അന്ന് സ്കാൻ ചെയ്യുമ്പോഴാണ് ഗാൾ ബ്ലാഡറിൽ സ്റ്റോണുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞത്. പക്ഷെ അന്ന് ആ സമയത്ത് അവര് അത് ചെയ്തില്ല. പിന്നീടാണ് പറയണത് ഇത് സ്റ്റോണുണ്ട്, ഒന്നും കൂടി ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ ആലോചിച്ചു. ഇപ്പൊ തന്നെ അടുപ്പിച്ച് 2 ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ നോക്കിയപ്പോ 3.5 സെന്റിമീറ്റർ ആണ്. 2-3 ഉണ്ട് പറഞ്ഞ, അതിലൊന്ന് ലാർജ് വന്നിട്ട് 6 mm ആണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങള് കുറെ അമൃതിയിലൊക്കെ പോയി നോക്കി, ട്രീറ്റ്മെന്റ് ചെയ്ത് അത് തനിയെ മോഷനിലൂടെ പോകുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചെയ്തിട്ടും പോയില്ലായിരുന്നു. പിന്നെ അവര് ഡോക്ടറിന് പറഞ്ഞു നമുക്കിപ്പോ അവന് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥിതിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ വെറീഡ് ആവണ്ട. അപ്പൊ അതിനുശേഷം ഇതുവരെ ഞങ്ങള് അതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല. വർഷത്തിലൊന്ന് സ്കാൻ ചെയ്ത് നോക്കുമായിരുന്നു അതിന് വേരിയേഷൻ ഉണ്ടോന്നറിയാൻ. ഇപ്പൊ ഒരു 5-6 വർഷമായിട്ട് ഞങ്ങള് സ്കാനിങ്ങും ഇല്ല. അതിന്റെ ബുദ്ധിമുട്ടൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് നാളേക്ക് ഇനി ബുദ്ധിമുട്ടാവുമോ എന്ന് അറിയാനാണ്. അപ്പോൾ നമ്മൾ അർജുൻ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് പിത്തസഞ്ചിയിലെ കല്ലുകൾ മിക്കവാറും പേഷ്യൻസിൽ സിംറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇങ്ങനെ സിംറ്റമാറ്റിക് അല്ലാത്ത എസിംറ്റമാറ്റിക് ഗോൾ സ്റ്റോൺസിനെ പൊതുവേ നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അതിൻ്റെ വലിപ്പം 5 മില്ലിമീറ്റർ 6 മില്ലിമീറ്റർ ഒക്കെ ഉള്ളൂ എങ്കിൽ തന്നെ. പിന്നെ കുട്ടിക്ക് വയറിൻ്റെ വലത്ത് ഭാഗത്തായി ശക്തിയായ വേദന വരിക, പനി വരിക, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മഞ്ഞപ്പിത്തം വരിക, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് സാധാരണ ഇതിൽ പിത്തസഞ്ചിയിലെ കല്ലുകൾ പിത്തസഞ്ചിയോടുകൂടി തന്നെ റിമൂവ് ചെയ്യേണ്ടി വരുന്നത്. കുട്ടികളിൽ പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ പൊതുവെ സ്റ്റോണുകൾ കോമൺ അല്ല. പിന്നെ ആകെയുള്ളത് ഇവരിൽ രക്താണുക്കൾ പൊടിഞ്ഞു പോകുന്ന എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അനീമിയ,
ഹീമോലിറ്റിക് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതല്ലായിരിക്കും. മിക്കവാറും അമൃത ഹോസ്പിറ്റലിൽ അവർ ഡോക്ടർമാർ അതെല്ലാം വ്യക്തമായി തന്നെ നോക്കിയും അതെല്ലാം ഇല്ലയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുട്ടിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമുള്ളതായിട്ടില്ല. സ്റ്റോണിൻ്റെ വലിപ്പം ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യവും ഇല്ല. ശരി, വളരെ നന്ദി അർജുൻ സംസാരിച്ചതിന്. ഒരു പ്രേക്ഷകൻ കൂടിയുണ്ട്, അതിനുശേഷം നമുക്ക് മറ്റു ചോദ്യങ്ങളിലേക്ക് പോകാം. കോട്ടയത്ത് നിന്നും അബ്ദുൾ സലാമാണ്. അബ്ദുൾ സലാം, ഡോക്ടറിനെ കേൾക്കാം, ചോദിച്ചോളൂ. നമസ്കാരമുണ്ട് ഡോക്ടർ. അബ്ദുൾ സലാം, നമസ്കാരമുണ്ട് ഡോക്ടർ. പറഞ്ഞോളൂ. എനിക്ക് നോയമ്പിന്റെ ടൈമിൽ ഞാൻ നോയമ്പ് പിടിച്ചായിരുന്നു. അപ്പൊ നോയമ്പ് പിടിച്ച ഒരു 10-15 ദിവസമായി യൂറിൻ ഇൻഫെക്ഷൻ ആയി. അപ്പം യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പം തിരുവല്ലയിൽ പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് പോയത്. അവിടെ ചെന്നപ്പം സ്കാൻ ചെയ്തു, എല്ലാം ചെയ്ത സംഗതി അവര് മെഡിസിൻ തന്ന. ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ, കോള് കട്ടായി എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പെട്ടെന്ന് തിരികെ സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. നമ്മളോടൊപ്പം ഉള്ളത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ അനൂപ് ജോൺകെയാണ്. ഡോക്ടർ, ആദ്യം നമ്മളടുത്ത് ചോദിച്ച ഒരു പ്രേക്ഷക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദിച്ചത്. ശരിക്കും നമുക്ക് അതിലേക്ക് വരണം. കാരണം ഈ ഓരോ അസുഖങ്ങൾ ഉണ്ടാകും, അതിനുശേഷം ഈ പിത്തസഞ്ചി റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, പലരെ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഏത് ഘട്ടത്തിലേക്ക് എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഗാൾ സ്റ്റോണിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് സിവിയർ ആകുന്ന ഒരു ഘട്ടം എപ്പോഴാണ്? അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പറേഷനിലൂടെ ഇത് റിമൂവ് ചെയ്താൽ മാത്രമേ പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അതെ, പൂജ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഒരു ഓർഗൻ പ്രിസർവ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് അതിനകത്ത് ചോദ്യം. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉള്ള എല്ലാ പഠനങ്ങളും വെച്ചിട്ടും പിത്തസഞ്ചിയിലെ അസുഖം കൊണ്ടാണ് പിത്തസഞ്ചിയിലെ കല്ലുകൾ ഉണ്ടാകുന്നത്. പിത്തസഞ്ചിയിലെ കല്ലുകളല്ല പ്രോബ്ലം, പിത്തസഞ്ചിയാണ് അതിനകത്ത് മെയിൻ പ്രോബ്ലം. അപ്പോൾ പലപ്പോഴും പിത്തസഞ്ചി മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആ അവയവം എടുത്തു മാറ്റിയാൽ തന്നെ നമുക്ക് പലപ്പോഴും സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ നേരത്തെ കേട്ട കേസുകളിലെ പോലെ മഞ്ഞപ്പിത്തവും പിത്തക്കുഴലിലെ ബ്ലോക്ക്, പാങ്ക്രിയാറ്റൈറ്റിസ്, പിത്തസഞ്ചി വീക്കം തുടങ്ങിയ സിറ്റുവേഷൻസിലേക്ക് പേഷ്യൻ്റ് എത്തുകയാണെങ്കിൽ, അപ്പോൾ പിത്തക്കല്ല് അലിയിച്ച് കളയുന്ന ഒരു ചികിത്സയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ബിലിയറി കോളിക് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ചില പേഷ്യൻസിനാണ്. ബിലിയറി കോളിക് എന്ന് വെച്ചാൽ പിത്തസഞ്ചിയിലെ കല്ലുകൾ ഉണ്ടാകുന്ന സാധാരണ ചെറിയ വയറുവേദന, അതായത് 1 മണിക്കൂറോളം മാത്രം നിലനിൽക്കുന്ന വയറുവേദന. അങ്ങനെ വരുന്ന പേഷ്യൻസിൽ കൊളസ്ട്രോൾ സ്റ്റോണുകളാണെങ്കിൽ നമുക്ക് ആ സ്റ്റോണുകളെ ഏകദേശം 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള സ്റ്റോണുകളെ അലിയിപ്പിച്ച് കളയാനായിട്ട് നമുക്ക് അർസോഡിയോക്സിക്കോളിക് ആസിഡ് തുടങ്ങിയ മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷേ വളരെ ചെറിയ കാലഘട്ടം കൊണ്ടൊന്നും അത് അലിഞ്ഞു പോവുകയില്ല. പക്ഷേ പലപ്പോഴും 3 മാസത്തെ ഈ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ പേഷ്യൻസിന് മിക്കവാറും പെയിനുകളിൽ റിലീഫ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അല്ലാതെ വരുന്ന ബിലിയറി കോളിക് അല്ലാതെ വരുന്ന പിത്തസഞ്ചി വീക്കം അല്ലെങ്കിൽ പിത്തസഞ്ചി രോഗാണുബാധ, കൊളാഞ്ചൈറ്റിസ് എന്ന് പറയുന്ന പിത്തക്കുഴലിൽ കല്ലിറങ്ങിക്കഴിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ, പാങ്ക്രിയാറ്റൈറ്റിസ് തുടങ്ങിയ കണ്ടീഷൻസിൽ ഒക്കെ നമുക്ക് പിത്തസഞ്ചി റിമൂവ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴത്തെ വഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവയവം എടുത്തു കളഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പിത്തസഞ്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് പിത്തം സൂക്ഷിച്ചു വയ്ക്കാനുള്ളൊരു അവയവമല്ല, അത് ഒരു ടെമ്പററി സ്റ്റോറേജ് മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് പിത്തം ആവശ്യമില്ലാത്ത സമയം, അതായത് നമ്മൾ സഞ്ചിയിൽ സ്റ്റോർ ചെയ്യാത്ത സമയത്ത് അത് കുടലിലേക്ക് പോയി അത് റീസൈക്കിൾ ചെയ്ത് തിരിച്ച് ലിവറിലേക്ക് തന്നെ എത്തുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ശരീരത്തിൽ നിന്ന് ഈ പിത്തം ആക്ച്വലി നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ നമ്മളുടെ ബോഡിക്ക് വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും പിത്തസഞ്ചി റിമൂവൽ കൊണ്ട് ഉണ്ടാവുന്നില്ല. അപ്പൻഡിക്സ് പോലെ തന്നെ നമുക്ക് ഏകദേശം വലിയ കുഴപ്പമില്ലാതെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ പേഷ്യൻറ്റിന് വലിയ പ്രോബ്ലംസ് വരാത്ത ഒരു സർജറിയാണ് ആകെയുള്ളത്. ഡോക്ടർ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ സർജറിക്ക് ശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. പൊതുവെ ഇങ്ങനെയുള്ള പേഷ്യൻസിന് കാര്യമായ ബുദ്ധിമുട്ടൊന്നും തന്നെ അനുഭവപ്പെടാറില്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാരിൽ വളരെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പം ഒരുപാട് ഫാറ്റി ആയിട്ടുള്ള ഫുഡ് ലാർജ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നതും ചിലപ്പോൾ ഒരുപക്ഷെ അവോയ്ഡ് ചെയ്യേണ്ടി വന്നേക്കാം. വളരെ വിരളം ചില ആൾക്കാരിൽ മാത്രം ചിലപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ലൂസ് മോഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ പൊതുവെ പിത്തസഞ്ചി ഓപ്പറേഷൻ വളരെ ടോളറേറ്റ് ചെയ്യപ്പെടുന്ന അപ്പൻഡിസെക്ടമിയൊക്കെ പോലെ തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൊസീജിയറായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്.
ശരി ശരി ഡോക്ടർ. എന്തായാലും ഈ പിത്താശയത്തിലെ കല്ലുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള സംശയം ഉണ്ടായിരിക്കും. വളരെ കോമൺ ആയി കാണുന്ന ഒന്നുകൂടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും പ്രത്യേകിച്ച് സർജറി അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഡോക്ടർ അനൂപ് ജോൺ വ്യക്തമായിട്ട് തന്നെ നമ്മൾക്കിപ്പോൾ പറഞ്ഞത്. വളരെ നന്ദി ഡോക്ടർ. ഡോക്ടറോട് ചോദിക്കാൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.